Alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in, amma ba'd. Allahumma 'allimna ma yanfa'una wa zidna 'ilman ya karim. Allahumma a'tina al-ikhlas wazdid imanana ya rabbal alamin. Rabbi zidna 'ilma. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. ആദരണീയരായ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഉമ്മ്, സൂറത്തു ദുആ, സൂറത്തു ഷിഫ എന്ന് തുടങ്ങി വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ പഠനത്തിലാണ് നമ്മൾ ഓരോരുത്തരും. നിലവിൽ ബസ്മലയും കഴിഞ്ഞ് ഹംദിനെ കുറിച്ചും സൂചിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സനാഇന്റെ ആയത്തായിക്കൊണ്ട്, അവനെ പുകഴ്ത്തുന്ന ആയത്തായിക്കൊണ്ട് പഠിപ്പിച്ച അർ-റഹ്മാനിർ റഹീം കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല മജ്ജദനി അബ്ദി, എന്നെ എൻ്റെ അടിമ മഹത്വപ്പെടുത്തി എന്ന് ഉത്തരം പറയുന്ന, മറുപടി തരുന്ന മാലിക് യൗമിദ്ദീൻ എന്ന ആയത്തും കഴിഞ്ഞ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഇസ്ലാമിൻ്റെ ആണിക്കല്ലായിക്കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ വിശദീകരണം കൂടിയായ ഇയ്യാക നഅ്ബുദുയിലാണ് നമ്മൾ ഓരോരുത്തരും എത്തി നിൽക്കുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞൊരു ഹദീസ് പ്രകാരം ആദ്യത്തെ പകുതി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആഇന്റെ അദബ് പഠിപ്പിച്ചിരുന്ന പകുതിയാണ്. അല്ലാഹുവിനെ വാഴ്ത്തി, അല്ലാഹുവിന് ശുക്ർ നൽകിക്കൊണ്ട്, അല്ലാഹുവിനെ വിവിധ രീതിയിൽ അവൻ്റെ അസ്മാഉൽ ഹുസ്ന മുഖേന നമ്മൾ അവനെ വാഴ്ത്തിയതിന് ശേഷം ഇനി അല്ലാഹുവിനോടുള്ളൊരു വാഗ്ദാനം കൂടി നൽകിയതിന് ശേഷം അവനോട് നമ്മുടെ ആവശ്യങ്ങൾ അർപ്പിക്കുന്നതിലേക്കാണ് ഇനിയുള്ള ആയത്തുകൾ കടന്നു പോകുന്നത്. അങ്ങനെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ ആശയം നമ്മൾ പറഞ്ഞു വെച്ചു. നിന്നെ മാത്രം, ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നുള്ളതാണ് ഈ ഒരു ആയത്തിൻ്റെ വിവക്ഷ എന്നും നമ്മൾ സൂചിപ്പിച്ചു. അതേപോലെ തന്നെ നഅ്ബുദു എന്ന ഫിഅലും ഫായിലിനെയും ഇയ്യാക എന്ന മഫ്ഊല് മുൻകടന്നത് കാരണത്താൽ അതിന് ഹസ്റിന്റെ അർത്ഥം അഥവാ മാത്രം എന്ന അർത്ഥം ലഭിക്കുന്നു എന്നും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് ഇബാദത്തിന്റെ ഒരു വിവക്ഷ, വിശദീകരണം എന്താണ് ഇവിടെ ഉദ്ദേശിച്ച ഇസ്തിആനത്ത് എന്നൊക്കെ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ചോദ്യവുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും പിരിഞ്ഞു പോയിട്ടുള്ളത്. ആ ചോദ്യം ഒന്ന് വായിക്കാം. ചോദ്യം ഇതാണ്: ഈ ആയത്തിൽ അഥവാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൽ അള്ളാഹുവിനോട് മാത്രമാണ് സഹായം ചോദിക്കാവൂ എന്ന് പറയുന്നുണ്ട്. വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ആശയം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പരസ്പരം സഹായം ചോദിക്കാറില്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. നിന്നോട് മാത്രമേ റബ്ബേ സഹായം തേടൂ എന്നതിൽ നിന്ന് എങ്ങനെയാണ് നമ്മളോരോരുത്തരും പരസ്പരം തേടുന്ന സഹായത്തെ എങ്ങനെയാണ് ആ ഒരു റൗണ്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച ചോദിച്ച ചോദ്യം. ഇതേ ചോദ്യം ഇബ്നു ഉസൈമീന്റെ തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ അദ്ദേഹം ഇയ്യാക നഅ്ബുദുവിന്റെ ചർച്ചയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇയ്യാക നഅ്ബുദു എന്ന ആയത്ത് പ്രകാരം
അള്ളാഹിനോട് മാത്രമേ സഹായം തേടാവൂ. ഇഖ്ലാസുൽ ഇസ്തിആന, അള്ളാഹ്ക്ക് മാത്രം സഹായം തേട്ടം അള്ളാഹുവിനോട് മാത്രം എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പരസ്പരം തേടുന്ന സഹായമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഉത്തരാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് ആദ്യത്തിൽ വേണ്ടിയത്. മരം കണ്ടെത്തിയോ? ഞാൻ ഈ ഒമാനിമലുവിന്റെ ഇത് നോക്കി വയലുള്ളത് ഞാനൊന്ന് വായിക്കാം. ഇപ്പോൾ സൃഷ്ടിയോട് യാതൊരു കാര്യത്തിൽ സഹായം അഭ്യർത്ഥിക്കേണ്ടതില്ലല്ലോ എന്ന് അർത്ഥിച്ചുകൂടാ എന്നോ ധരിക്കേണ്ടതില്ല. അള്ളാഹു പറയുന്നു, പുണ്യകരമായതിലും ഭയഭക്തിയിലും അഥവാ സൂക്ഷ്മത പാലിക്കുന്നതിലും നിങ്ങൾ അന്യോന്യം സഹായം നൽകുകയും. മാഇദ 2. മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള കഴിവിൽപ്പെട്ടതും നല്ലതുമായ ഏതു കാര്യത്തിലും പരസ്പരം സഹായകരണം ചെയ്യണമെന്ന് സാരം. തെറ്റല്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ അത്യാവശ്യം, ചിലപ്പോൾ അനിവാര്യം കൂടിയായിരിക്കും. ദുൽഖർനൈനി പോലും യജൂജ് മജൂജിന്റെ പ്രകാശം തടയുന്നുള്ള അണക്കെട്ട് നിർമ്മാണത്തെ ജനങ്ങളോട് ശക്തി നൽകി എന്ന സഹായിക്കണം ആവശ്യപ്പെട്ടതായും ഞാൻ നോക്കിയതാ കിട്ടിയത്. മായിദിൽ അങ്ങനെ ആയത്തുണ്ട്. അതാ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങളെ പുണ്യത്തിലും രണ്ടാമത്തെ ആയത്ത്, നിങ്ങളെ പുണ്യത്തിലും നന്മയിലൊക്കെ പരസ്പരം സഹായിക്കണം. പക്ഷെ നമ്മളെ ചോദ്യം അപ്പോഴും ബാക്കിയാണ്. അപ്പൊ ഇവിടെ അത് അതിലുത്തരമുണ്ട്, നിങ്ങൾ പറഞ്ഞതിൽ ഉത്തരമുണ്ട്. പക്ഷെ അത് നിങ്ങൾ ഉത്തരാക്കി പറഞ്ഞാൽ ഇത്തരമുണ്ട് ചോദ്യം. അഥവാ ഈ മാത്രം എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇത് വൈരുദ്ധ്യം ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് മനസ്സിലായത്, ഞാൻ അമാനുമൂലന്റെ തഫ്സീർ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നമുക്ക് സഹായം അഭ്യർത്ഥിക്കാം, പടപ്പുകളോട് നമുക്ക് സഹായം അഭ്യർത്ഥിക്കാം. പക്ഷേ ആത്യന്തികമായിട്ട് സഹായത്തിന് ഉത്തരം നൽകേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹുവിനോട് അതിൻ്റെ ആത്യന്തികമായി നമ്മൾ അള്ളാഹുവിനോട് തന്നെയാണ് ചോദിക്കുന്നത്. അതായത് ഒരു ഡോക്ടർ നമ്മൾക്ക് ശിഫ നൽകുന്നുണ്ടെങ്കിൽ തന്നെ ആ ഡോക്ടർ തന്ന ഒരു മെഡിസിൻ നമ്മൾ കഴിക്കുമ്പോൾ അത് കഴിക്കാണ്ടൊരു ആഫിയത്ത്, കഴിച്ചാൽ അത് മാറാനുള്ളൊരു കാര്യം, ഇതൊക്കെ അള്ളാഹുവിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഡോക്ടർ വെറും ഒരു കാരണം മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് പടപ്പുകളോട് ചോദിക്കുമ്പോഴും ആത്യന്തികമായിട്ടുള്ള നമ്മുടെ അർത്ഥന അള്ളാഹുവിനോടാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഷിഫ നൽകുന്ന അള്ളാഹുവാണ്, അത് നമ്മളെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇപ്പോ ഷിഫ അസുഖം മാറ്റുന്ന പോട്ടെ, അതിപ്പോ എന്തായാലും പഠിച്ചവനെ കൈയുള്ളല്ലോ. നമ്മൾ പൊതുവെ ഒരു ഗ്ലാസ് എടുത്ത് തരും അല്ലെങ്കിൽ ആ ബുക്ക് എടുത്ത് തരും ചോദിച്ചാൽ കൈ ഉണ്ടല്ലോ. അതെ, ആ കൈ എടുക്കണമെങ്കിൽ നമ്മുടെ കൈ അങ്ങോട്ട് ചലിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ, അതിപ്പോ പഠിച്ചവൻ ആദ്യം നമുക്ക് കഴിവ് തന്നിക്കല്ലോ. ആദ്യമേ നമുക്ക് അതിനുള്ള കഴിവുണ്ടല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനൊക്കെ. അപ്പം കഴിവ് തരികയാണോ എന്ന് ഉദ്ദേശിച്ചത്? അള്ളാഹിന്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ, അത് സത്യമാണ്. എനിക്ക് കൈ നീട്ടണമെങ്കിലും അള്ളാഹുവിന്റെ സഹായം വേണം. അത് ആദ്യം അള്ളാഹു ഹൽക്കിയായിട്ട് തന്നിക്കല്ലോ, ജനിച്ചപ്പോ തന്നിക്കല്ലോ ആ കഴിവ്. ഇവിടെ പറയുന്ന അള്ളാഹോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിലും അങ്ങനെ ചോദിക്കാൻ പോലും പാടില്ല. നമ്മൾ ചോദിക്കണ്ടല്ലോ, ഇപ്പൊ ബുക്ക് എടുത്തേലൊന്നും ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ പോയി സമീപിക്കുന്നുണ്ട്, ഇതൊന്നും പാടില്ലാലോ. ഇങ്ങനെ ഒരു ആയത്തും ഉണ്ട്, പരസ്പരങ്ങൾ സഹായം തേടിയുന്നുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെ നമ്മൾ രണ്ടാക്കി വേർതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ദുൽഖർനൈനയോട് ജനങ്ങൾ സഹായം ചോദിച്ചപ്പോ ദുൽഖർനൈനൊരു തട കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്താണ് പറഞ്ഞ മാർഗം? പറഞ്ഞ മാർഗത്തിലുള്ള മറിഞ്ഞ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ നമ്മളിപ്പോ ഫോണിൽ ഒരാളെ വിളിച്ച് സഹായിക്കുമ്പോൾ നമ്മൾ മറിഞ്ഞ മാർഗത്തിലല്ലേ, അദ്ദേഹം പറഞ്ഞിട്ടല്ലേ. ഇതൊക്കെ ആൾക്കാർ പറയുന്ന ഓരോ കാരണങ്ങളാട്ടോ, അതാ ഞങ്ങളോട് പറഞ്ഞു നോക്കുന്നത്. ഇപ്പൊ ഒരാളോട് സഹായം ചോദിച്ചാലും അയാളുടെ സഹായം തിരിച്ചു നൽകണമെങ്കിൽ പഠിച്ചവൻ ആദ്യം തന്നുകല്ലോ. അതാണ് ഹംസക്കി പറഞ്ഞത്, നമ്മൾ ആദ്യം തന്നുകല്ലോ പഠിച്ചവന്. നമുക്ക് ആദ്യം ഇവിടെ ഇത് വർത്താനം വെച്ചാൽ നെസ്റ്റായി നിന്നോട് മാത്രമേ തേടുള്ളൂ എന്നാണ്. അപ്പോ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് വൈരുദ്ധ്യല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവും. ആയത്ത് ഇങ്ങനെയും വന്നിട്ടുണ്ട്, നിങ്ങൾ പരസ്പരം സഹായിക്കണം എന്നുണ്ട്, എന്നാൽ ഇവിടെ നിന്നോട് മാത്രമേ സഹായം തേടാൻ പറ്റുള്ളൂ എന്നുണ്ട്. അപ്പൊ ശരിക്കും ഇത് ഞാനിങ്ങനെ ചർച്ചയ്ക്ക് ഇടാൻ കാരണം എന്താ വെച്ചാല്,
നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് മുസ്ലിം വിഭാഗങ്ങൾ ഒരുപാട് സംഘങ്ങളും സംഘടനകളൊക്കെ ആയി തിരിയാനുള്ള ഒരു കാരണമാണ് ഈ ആയത്ത്. ഈ ആയത്ത് ശരിക്കും പഠിക്കേണ്ടി പോലെ പഠിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ ഏറ്റവും കുറഞ്ഞ 4 സംഘടന ഒന്നായി മാറും. അത്രയും പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ഇബാദത്ത് എന്ന ഒറ്റ വാക്കിൽ പിരിഞ്ഞു പോയിട്ടുണ്ട് നമ്മളെ മലയാളി സമൂഹം. അതേപോലെ തന്നെ നസ്തഈൻ എന്ന വിഷയത്തിൽ, ഇയ്യാക നസ്തഈൻ എന്ന വിഷയം, ഈ ഒരു വിഷയത്തിൽ കൃത്യമായ പിഴവ് സംഭവിച്ചു പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ചർച്ചയിലേക്ക് വരുമ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ചില ആൾക്കാർ ഇതിനെ വിശദീകരിച്ച് ഇങ്ങനെയാണ്, തെറ്റായ ഒരു വ്യാഖ്യാനമാണോ പറഞ്ഞത്, ശരിയായ വ്യാഖ്യാനമല്ല. ചില ആൾക്കാർ ഇങ്ങനെ വിശദീകരിച്ചു, വ ഇയ്യാക നസ്തഈൻ എന്നതിൽ നിന്ന്, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ അല്ലാഹുവേ എന്നതിൽ നിന്ന് മനുഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന സഹായത്തേട്ടം ആ മാത്രത്തിൽ നിന്ന് ഒഴിവാണ് എന്ന് ചില ആൾക്കാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ അതിന് ഓതിയ ആയത്ത് കാരണം അള്ളാഹ് തന്നെ ഒഴിവാക്കി പഠിപ്പിച്ചു, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ പരസ്പരം നന്മയിലും കാര്യത്തിലൊക്കെ സഹായിക്കണം എന്നാണ് അതിനുള്ള തെളിവായിട്ട് പറഞ്ഞത്. നിങ്ങൾ പരസ്പരം സഹായിക്കും എന്നതാണ് അതിന്റെ ആശയം. കറക്റ്റാണ്. സഹകരിക്കൊക്കെ പെടും. ഔനിൽ നിന്ന് സഹായിക്കുക, പരസ്പരം സഹായിക്കുക, ആശയം ശരിയാണ്. പക്ഷെ ഇയ്യാക നഅ്ബുദുവിൽ നിന്ന് ഇയ്യാക നസ്തഈനിൽ നിന്ന് ആ മാത്രം എന്ന സഹായത്തേട്ടത്തിൽ നിന്ന്, മനുഷ്യന്മാർ പരസ്പരമുള്ള സഹായത്തേട്ടത്തിൽ നിന്ന് അല്ല, ഇയ്യാക നസ്തഈനിൽ നിന്ന് ഈ ആയത്താണ് ഈ മാത്രത്തിൽ നിന്ന് ഇതിനെ പുറത്തെടുത്തെന്ന് പറഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇയ്യാക നഅ്ബുദു എന്ന ആയത്ത് ഇറങ്ങിയ മക്കയിലാണ്. ഈ തആവനു അലൽ ബിർരി വത്തഖ്വ ഈ ആയത്ത് ഇറങ്ങിയ മദീനത്താണ്. അപ്പൊ എങ്ങനെ പോലും നമ്മൾ ചിന്തിച്ചു നോക്കി കഴിഞ്ഞാല് ഇയ്യാക നഅ്ബുദു ഇറങ്ങിയതിന് ശേഷം ജനങ്ങൾ ആരും പരസ്പരം സഹായം തേടിയിട്ടില്ല എന്നും, പിന്നെ കുറെ കാലം മദീനത്ത് റസൂൽ എത്തിയ കുറച്ച് കാലം കഴിഞ്ഞാണല്ലോ, അവിടെ എത്തിയതിന് ശേഷമാണ് ഈ തആവനു അലൽ ബിർരി വത്തഖ്വ എന്നുള്ള ആയത്ത് കേട്ടിട്ടാണ് ജനങ്ങൾ പരസ്പരം സഹായം തേടാൻ തുടങ്ങിയത് എന്ന് പറയേണ്ടി വരും. ഇയ്യാക നഅ്ബുദുവിൽ നിന്ന് അല്ലെങ്കിൽ ഇയ്യാക നസ്തഈനിൽ നിന്ന് മനുഷ്യന്മാർ പരസ്പരമുള്ള സഹായ നേട്ടത്തെ പുറത്താക്കുന്നത് തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്താണ് എന്ന് വാദിച്ചാലുള്ള പ്രശ്നമാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞാൽ ബിർറിലും തഖ്വയിലും, സൂക്ഷ്മതയിലും നന്മയിലും നിങ്ങൾ പരസ്പരം സഹായം തേടുക. അത് നമുക്ക് പരസ്പരം സഹായം തേടാനുള്ള തെളിവ് തന്നെയാണ്. നമുക്ക് പരസ്പരം സഹായം തേടാനുള്ള തെളിവാണ് എന്ത്, തആവനു അലൽ ബിർരി വത്തഖ്വ. അതേപോലെ ദുൽഖർനൈനിയുടെ സംഭവം, ഇതൊക്കെ നമുക്ക് പരസ്പരം സഹായം തേടാനുള്ള തെളിവാണ്. നിങ്ങൾ പറഞ്ഞത് സഹായം തേടാനുള്ള തെളിവാണ്. പക്ഷെ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞല്ലോ, നിന്നെ മാത്രമേ സഹായം തേടുള്ളൂ എന്ന് പറഞ്ഞല്ലോ, അതിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ പരസ്പരം തേടുന്ന സഹായത്തെ പുറത്താക്കുക? ആ ഒരു പരിധിയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ തേടുന്നത് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ മസല. അതിന് പലരും തെളിവ് ഓതിയത് തആവനു അലൽ ബിർരി വത്തഖ്വയാണ്. ഇയ്യാക നസ്തഈനിൽ നിന്ന് മനുഷ്യന്മാർ പരസ്പരം തേടുന്ന സഹായം അത് നമുക്ക് എന്താക്കാം, അള്ളാഹ് ഇളവ് വന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ആ മാത്രത്തിൽ നിന്ന് മനുഷ്യന്മാരുടെ വിഷയത്തിൽ ഇളവ് വന്നിട്ടുണ്ട് എന്ന് പറയാൻ ആൾക്കാർ ഓതുന്നായത് തആവനു അലൽ ബിർരി വത്തഖ്വയാണ്. അങ്ങനെ ഓതാൻ പറ്റൂല എന്ന് പറയും. കാരണം എന്താണ്, രണ്ട് കാലഘട്ടത്തിൽ ഇറങ്ങിയ ആയത്താണ്. ഇയ്യാക നസ്തഈൻ എന്നത് പ്രകാരം നമ്മൾ പരസ്പരം തേടുന്ന എല്ലാ സഹായത്തേട്ടം ഹറാമാണ് എന്നല്ല അതിന്റെ ആശയം. എന്താ നമുക്ക് പറയാം, നമ്മൾ പരസ്പരം തേടുന്ന സഹായങ്ങളൊക്കെ ഇയ്യാക നസ്തഈന്റെ പരിധിയിലാണ് പെടുന്നതെങ്കിൽ, അങ്ങനെ ആകുമ്പോൾ ആ ആയത്ത് ഇറങ്ങിയതിന് ശേഷം റസൂലുള്ളാഹി സ്വഹാബത്തും പരസ്പരം സഹായം തേടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഒരു കാര്യം റസൂലുള്ളാഹിയും സ്വഹാബത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. എന്നിട്ട് കുറെ കാലം ഒന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാതെ, സ്വന്തം ഭാര്യയോട് പോലും ഭർത്താവ് ചോദിക്കാതെ, പിന്നെ കുറെ കാലം കഴിഞ്ഞ് റസൂലുള്ളാഹി മദീനത്ത് എത്തിയതിന് ശേഷം ഈ തആവനു എന്ന ആയത്ത് ഇറങ്ങിയപ്പോഴാണ് എല്ലാവരും പരസ്പരം സഹായം ചോദിക്കാൻ തുടങ്ങിയത് എന്ന് വിശദീകരിക്കേണ്ടി വരും. നമ്മൾ മനസ്സിലാക്കിയതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ. അപ്പോൾ അതിന്റെ ഒരു അവസാനം ഒരു ചാൻസ് കൂടി. ആർക്കും എന്തെങ്കിലും വിശദീകരണം? ഇയ്യാക നഅ്ബുദും അടുത്തായത്തും തമ്മിൽ കണക്ഷൻ ഇല്ല. തഫ്സീൽ തന്നെ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ 4 സിഫത്തുകൾ ആദ്യം പുതിയ ആയത്തുകളുണ്ട്, 3 ആയത്തുകൾ. അതിന്റെ ഒരു 4ാമത്തെ ആയത്തായിട്ടാണ് ഇത് വരുന്നത്. അതെ. അപ്പൊ ആ 4ാമത്തെ ആയത്ത് ഇതിനെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്, അതായത് അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് 4ാമത്തെ ആയത്ത് വരുന്നത്. തീർച്ചയായും അതാണ് അതിന്റെ കാരണം. നസ്തഈനിൽ നിന്ന് നമ്മൾ പുറത്താക്കാൻ ഇപ്പോൾ ഉപായില്ല. ഖുർആൻ ഇറങ്ങിയത് തന്നെ റസൂൽ കൂടിയാണല്ലോ.
അപ്പൊ അങ്ങനെയൊക്കെ അള്ളാഹ് ഖുർആൻ നമുക്ക് നേരത്തെ അറിയുന്നതോടായിരുന്നു. അല്ല, ഇതിലിപ്പോ വിഷയം മാത്രം വന്നതാണ്. ഇനിയിപ്പോ പല സൂഫികളായ ആളുകൾ ചെയ്തോലെ മാത്രം ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ മലയാളക്കരയിൽ ഒരുപാട് മലയാളക്കരയിൽ മാത്രമല്ല പല തഫ്സീറുകളും ഇപ്പൊ ഇറങ്ങുന്ന ഏത് അർത്ഥത്തിൽ മാത്രം എന്നുള്ളത് കട്ട് ചെയ്യും. നിന്നോട് മാത്രം, നിന്നെ മാത്രം ആരാധിക്കുന്നു മാറ്റി നിന്നെ ആരാധിക്കുന്നു, നിന്നോട് സഹായം തേടുന്നു ആക്കി. അത് എന്തിനാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തമ്മിലുള്ള പരസ്പര സഹായത്തെ അനുവദനീയാക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കാനും അല്ലല്ലാത്ത ആൾക്കാരെ വിളിച്ച് സഹായം തേടുന്നതിനൊക്കെ അനുവദിക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസ് പണിത് വെച്ചതാണ്, അത് കട്ട് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പ്രശ്നം നമുക്ക് ഈ ചർച്ചേൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും മാത്രം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ പ്രശ്നം. ഏത് കാലത്തും മാത്രമാണ് പ്രശ്നം. അപ്പൊ അതിന്റെ ഉത്തരം ഇത്രേ ഉള്ളൂ. ഇതിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാന്നുള്ള നമ്മുടെ ചോദ്യം. ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിലല്ലേ ഒഴിവാക്കേണ്ടിയുള്ളൂ. ഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്തിൽ നമ്മൾ പരസ്പരം തേടുന്ന ഒരു സഹായത്തിട്ടും പെടൂല. ഇബാദത്തിൽ ഒന്നും വേണ്ട. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞില്ലേ, ആ ഇയ്യാക നഅ്ബുദുവിൽ പെട്ടതാണ് ഇയ്യാക നസ്തഈൻ. അഥവാ ഇബാദത്താകുന്ന ഇസ്തിആനത്താണ് ഇവിടെ ഉദ്ദേശിച്ചത്. നമ്മൾ പരസ്പരം തേടുന്ന ഒരു ഇസ്തിആനത്തും പരസ്പര സഹായത്തായിട്ടും എന്തിൽ പെടൂല? ഇബാദത്താകുന്ന ഇസ്തിആനത്തിൽ പെടൂല. അത് ഒരു മലയാളം ഒരു വിവക്ഷ ഉണ്ട് ഇതിന് പറയുന്നത്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി പറഞ്ഞുകൊണ്ട് ഇതിനെ നമുക്കൊന്നുകൂടി വിശദീകരിക്കാം. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് നമ്മൾ ചോദിച്ച ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാം, അന്നൽ ഇസ്തിആനത നൗആനി, ഇസ്തിആനത്തുകൾ സഹായത്തേട്ടം 2 തരമുണ്ട്. ഇസ്തിആനത്തുൻ തഫ്വീദ്, ഇസ്തിആനത്തുൻ തഫ്വീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട സഹായത്തേട്ടം, അത് ഇബാദത്താകുന്ന സഹായത്തേട്ടം. അതേപോലെ തന്നെ അന്നക തഅ്തമിദ് അലല്ലാഹ്, അള്ളാഹിലേക്ക് മാത്രം അവലംബിക്കേണ്ട സഹായത്തേട്ടം. അതേപോലെ തന്നെ മനുഷ്യന്മാരോട് പരസ്പരം തേടാവുന്ന സഹായത്തേട്ടം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാക നഅ്ബുദു ഇറങ്ങുന്നതിന് മുമ്പ് ഇയ്യാക നസ്തഈൻ അത് ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ശേഷമൊക്കെ മനുഷ്യന്മാരോട് പരസ്പരം അങ്ങോട്ടുകൂടി സഹായം തേടിയിട്ടുണ്ട്. ഈ ആയത്ത് അവർ പരസ്പരം സഹായം തേടുന്നതിന് ഒരു നിലക്കും ബാധിച്ചിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇയ്യാക നസ്തഈൻ എന്ന ചർച്ചയിൽ മനുഷ്യന്മാർ പരസ്പരം അത് മാത്രം ഒന്ന് പറഞ്ഞു പോയതുകൊണ്ട് തന്നെ ഈ ഒരു വിശദീകരണം തെറ്റെന്ത്, ഇതിൽ നിന്ന് മനുഷ്യന്മാർക്ക് ഇളവ് വന്നിട്ടുണ്ട് എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഈ മാത്രത്തിൽ നിന്ന് എങ്ങനെ എല്ലാവരും കൈവിട്ടുക? പിന്നെ മാത്രം എന്ന് പറയേണ്ട ആവശ്യമില്ല. അവിടെ ശരിക്കും ജിന്നും ഇൻസും മലക്കും ആരും ഒഴിവാകില്ല, എല്ലാവരും മാത്രത്തിൽ പെട്ടു. ഇബാദത്താകുന്ന ഇസ്തിആനത്ത് ആരോട് മാത്രമേ പാടുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. അതിന് നമുക്ക് ഒരുപാട് വിശദീകരണം പറയാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ഇതിന് മലയാളക്കരയിൽ പറയാറുള്ള ഒരു വിവക്ഷയുണ്ട്. കാര്യകാരണ ബന്ധത്തിനപ്പുറം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അഭൗതികമായ സഹായത്തട്ടെന്ന് പറയാറുണ്ട്. അതാണ് അൽ ഇസ്തിആന കൊണ്ട് ഉദ്ദേശം. ഇത് അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. കാര്യകാരണം എന്തെന്ന് പറഞ്ഞാൽ കാരണങ്ങൾ അവസാനിക്കുന്നിടത്ത്, അഥവാ നമുക്ക് കാരണങ്ങൾ കൊണ്ട് നേടാനാവാത്ത, സബബുകൾ കൊണ്ട് നേടാനാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്താ ഡോക്ടറെ അടുത്ത് കാണിക്കാം, പക്ഷെ അതിന് ശിഫ നൽകേണ്ടത്, അത് കാരണങ്ങൾ ശിഫ ഒരു ഡോക്ടർക്ക് നൽകാൻ കഴിയില്ല. കാരണങ്ങൾ അവസാനിക്കുന്നിടത്താണ് ശിഫ വരിക. ആ ശിഫ നൽകേണ്ടത് അള്ളാഹുവാണ്. ഒരു കുട്ടിയെ, ഒരു വലതിനെ നൽകേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ട് കൈ ഉയർത്തിയിട്ട് എന്തിനൊക്കെ ചോദിക്കലുണ്ട്? കച്ചവടത്തിൽ ബറക്കത്ത് അള്ളാഹിന് തരണം. ഇങ്ങനെ തുടങ്ങി അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നതിനാണ് ഇവിടെ ഉദ്ദേശിച്ച അൽ ഇസ്തിആന. അഥവാ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ്. അപ്പൊ എന്നിട്ട് പണ്ഡിതന്മാർ പറയാം അത് മൊത്തത്തിൽ ആമായ പ്രയോഗമാണ്, പൊതുവായ പ്രയോഗമാണ്. എന്നിട്ട് പണ്ഡിതന്മാർ പറയാം ആ ഇയ്യാക നഅ്ബുദുവിൽ നിന്ന് ഇസ്തിആനത്തിനെ പ്രത്യേകമാക്കി അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട്, അതാ ഈ ഇസ്തിആനത്ത് എന്നുള്ളത് ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ഇബാദത്തിൽപ്പെട്ട നിസ്കാരം, നോമ്പ്, സുജൂദ് ഇതൊക്കെ ഇബാദത്തിൽപ്പെട്ടതാണ്. ഇതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിആനത്തിനെ ഒന്നുകൂടി പുറത്തെടുത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇസ്തിആനത്തിന്റെ പ്രാധാന്യം കൊണ്ടാണ്. അതാ ഇയ്യാക നഅ്ബുദു എന്ന വാക്ക് എന്ന സെന്റൻസ് ആമാണ്, പൊതുവായ സെന്റൻസും ഇയ്യാക നസ്തഈൻ എന്ന സെന്റൻസ് ഖാസായ സെന്റൻസും ആണെന്ന പണ്ഡിതന്മാർ ഇതിന് പറയാം. അതാ പ്രത്യേകമായ സെന്റൻസ് ആണ് ഇയ്യാക നസ്തഈൻ, പൊതുവായ സെന്റൻസ് ആണ് ഇയ്യാക നഅ്ബുദു. ഇയ്യാക നഅ്ബുദുൽ ഈ ഇസ്തിആനത്ത് പെട്ടു. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ ശരിക്കും ഇയ്യാക നസ്തഈൻ എന്ന ആശയം പെട്ടിട്ടുണ്ട്. എന്നിട്ടും പണ്ഡിതന്മാർ പറയാം എന്നിട്ടും എന്തിനാണ് ഇയ്യാക നസ്തഈൻ എന്ന് എടുത്തു പറഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. എന്നിട്ടും എന്തിനാണ് ഇയ്യാക നസ്തഈൻ, ഇത് പെട്ടല്ലോ പിന്നെ എന്തിനാ എടുത്തു പറയുന്നതെന്നാണ് ചോദ്യം. അപ്പൊ അതിനുള്ള ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്നാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട ഹക്കാണ് ഇബാദത്ത്. ഇനി ഇയ്യാക നസ്തഈൻ ചേർത്തി പറയാൻ കാരണം ആ നസ്തഈന് 2-3 ആശയങ്ങളുണ്ട്, 2-3 വിശദീകരണമുണ്ട്. ഒന്ന്,
അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹോട് മാത്രമേ ചോദിക്കുള്ളൂ എന്ന വാഗ്ദാനം പറയാം. ഒന്ന് അതാണ്. രണ്ടാമത്തത് ഈ ഇബാദത്ത് ചെയ്യുന്നത് ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞല്ലോ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ആ ആരാധനക്ക് എന്ത് വേണം? പഠിച്ചവരുടെ തൗഫീക്ക് വേണമല്ലോ. നമ്മളെ കുറെ ആൾക്കാർ അള്ളാഹിനെ ആരാധിക്കണം, ഇബാദത്തിലായിക്കൊണ്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എത്ര പേർക്ക് കഴിയാറുണ്ട്? കുറെ ആൾക്കാർ സുന്നത്ത് നിസ്കരിക്കണം എന്ന് വിചാരിക്കില്ല, സുന്നത്ത് നോമ്പ് നോക്കണം എന്ന് വിചാരിക്കും. നമുക്ക് പലർക്കും കഴിയലില്ല. അത് ശാരീരികമായിട്ട് കഴിയാത്തല്ല, നമുക്ക് ശരിക്കും ഒരു തൗഫീക്ക് വേണം. നമ്മൾ പറയില്ലേ, ആ തൗഫീക്കിനെ തേടലാണ് ഇയ്യാക നസ്തഈൻ എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അത് ഈ ഞാൻ ആദ്യം പറഞ്ഞ ഇബാദത്ത് ഉണ്ടല്ലോ, ഇയ്യാക നഅ്ബുദു എന്ന്, അതാ അള്ളാഹു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, ആ പറഞ്ഞ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് കൊണ്ടാ പഠിച്ചോനെ എന്ന ചോദ്യമാണ് ഇയ്യാക നസ്തഈൻ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അഥവാ ഈ ഇബാദത്ത് ഒന്നാമത് പറഞ്ഞ നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ എന്ന് പറഞ്ഞ ഇബാദത്ത്, അത് ചെയ്യാനുള്ള ഒരു തൗഫീഖ് തരണേ, അത് ചെയ്യാനുള്ള ഒരു സഹായം തരണേ, അത് ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം തരണേ എന്നാണ് ഇയ്യാക നസ്തഈന്റെ ആശയം എന്നാണ് പണ്ഡിതന്മാർ കൊടുത്ത അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിശദീകരണം. അപ്പൊ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അപ്പൊ നമ്മൾ ഇതിൽ കുടുങ്ങി പോകാൻ പാടില്ല. ഇപ്പൊ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്. ഇതിനെയാണ് പല സൂഫിയാക്കളും ദുർവ്യാഖ്യാനിക്കുക. അവരിങ്ങോട്ട് ചോദിക്കും, അപ്പൊ നിന്നോട് മാത്രമേ പരസ്പരം ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ട് പരസ്പരം സഹായം തേടുന്നു എന്ന് ചോദിക്കാറുണ്ട്. അല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി, അല്ലാത്ത ആൾക്കാരെ വിളിച്ച് സഹായം തേടാൻ വേണ്ടി സൂഫിയാക്കള് ഷിയാക്കളൊക്കെ നമ്മളോട് ചോദിക്കാൻ സാധ്യത അല്ല, ചോദിക്കുന്ന അന്തർദേശീയ തലത്തിൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇയ്യാക നസ്തഈൻ ആയത്തുണ്ടല്ലോ, നിന്നോട് മാത്രമേ സഹായം തേടാൻ പറ്റുള്ളൂ, എന്നിട്ടും നിങ്ങൾ മനുഷ്യന്മാർ പരസ്പരം സഹായം തേടാറില്ലേ? അതേ ന്യായമാണ് ഞങ്ങൾക്ക് മരിച്ച ആൾക്കാരോട് തേടാൻ ന്യായം എന്നവർ പറയാറുണ്ട്. ഈ ആയത്തിൽ നിങ്ങൾ മനുഷ്യന്മാരെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ആയത്തിൽ നിന്ന് ജിന്നുകളെ പുറത്താക്കുന്നു, ഈ ആയത്തിൽ നിന്ന് ഞങ്ങൾ മരിച്ച മഹാത്മാക്കളെ പുറത്താക്കുന്നു എന്ന് അവർ പറയാറുണ്ട്. അപ്പൊ നമുക്ക് കൊടുക്കാനുള്ള മറുപടിയാണത്. ഈ ആയത്തിൽ നിന്ന് നമ്മൾ ആരും പുറത്താക്കുന്നില്ല, ഈ ആയത്തിൽ നിന്ന് ആരും പുറത്തുപോകില്ല. ഈ ഇസ്തിയാനത്ത് ആർക്കെന്നെ പാടുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ ആയത്തിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകേണ്ടത് പറഞ്ഞാൽ ഒരു പറഞ്ഞ ന്യായങ്ങളൊക്കെ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. ശരിക്കുന്നതില് ഭയങ്കര ആയത്താണ്. തൗഹീദിന്റെ ആണിക്കല്ലേ കൊണ്ട് മനസ്സിലാക്കേണ്ട ആയത്താണ്. ഈ ആയത്തിൽ നിന്ന് ആരും പുറത്തു പോകില്ല, ഒരാളും പുറത്തു പോകില്ല. പുറത്തു പോകുന്നു പറഞ്ഞാൽ തന്നെ വലിയ തെറ്റാണ്. നമ്മളിങ്ങനെ ധരിക്കട്ടെ, അള്ളാന്റെ തൗഫീഖാണ്. യെസ്, അങ്ങനെ ധരിക്കണം. അങ്ങനെ തന്നെയാണ് തഫ്സീറുള്ളത്. യെസ്, അങ്ങനെ പറയാൻ പറ്റും. ഇപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ കുറച്ച് വിശദീകരണങ്ങൾ വായിക്കാം. ഇപ്പോൾ ഇബ്നു നാസർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ആധുനികനായ തഫ്സീർ പണ്ഡിതനാണ്. അസ്സഅദി എന്ന തഫ്സീർ നമുക്ക് എല്ലാ ലൈബ്രറിയിലും എല്ലാ പള്ളിയിലും കാണാൻ പറ്റും. അദ്ദേഹം ഇസ്തിആനത്തിന് കൊടുക്കുന്ന വിശദീകരണം എന്താന്ന് നോക്കാം. അൽ ഇസ്തിആനത്തു എന്ന് പറഞ്ഞാൽ അള്ളാനെ അവലംബിക്കലാണ്. അള്ളാനെ അവലംബിക്കലാണ് ഇവിടുത്തെ അൽ ഇസ്തിആന എന്നതുകൊണ്ട് ഉദ്ദേശം. അതേപോലെ തന്നെ ഫി ജൽബിൽ മനാഫിയ, നന്മ ലഭിക്കാനും വദഫ്ഇൽ മദാർ, ഒരു ഉപദ്രവം തടഞ്ഞു കിട്ടാനും, മഅ സിഖ്ഖതി ബിഹി ഫി തഹ്സീലി ദാലിക്, അത് കിട്ടുമെന്ന ഉറപ്പോടുകൂടി, ഒരു കാര്യം ലഭിക്കുമെന്ന ഉറപ്പോടുകൂടി അള്ളാഹുവിനോട് നന്മ കിട്ടാനോ തിന്മ തടയപ്പെടാനോ അള്ളാഹുവോട് സഹായം തേടുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി അള്ളാഹിനെ അവലംബിക്കുന്നതിനാണ് അൽ ഇസ്തിആന എന്ന് പറയുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിശദീകരണം എന്നുള്ളത്. രണ്ടാമത്തെ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്ന ഏറെ പ്രധാനപ്പെട്ട ഒരു വിശദീകരണം വൽ ഖിയാമു ബി ഇബാദത്തില്ലാഹ് വൽ ഇസ്തിആന ബിഹി വഹുവൽ വസീല ലിസ്സആദൽ അബദിയ്യ വൻ നജാത്ത് മിൻ ജമീഇ ശുറൂർ ഫലാ സബീല ഇലൽ നജാത്ത് ഇല്ലാ ബിൽ ഖിയാമി ബിഹിമ. അപ്പോൾ അതാ പണ്ഡിതന്മാർ പറയുന്നത്. അദ്വാഉൽ ബയാൻ, അഥവാ ഈ നമ്മൾ പറഞ്ഞ ഈ നാസർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനാണ് ഇബ്നു ഉസൈമിൻ. നമ്മൾ ഇബ്നു ഉസൈമിൻ എന്ന് കുറെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉസൈമിന്റെ ഉസ്താദ് കൂടിയായ മുഹമ്മദ് അൽ അമീൻ അശ്ശൻഖൈത്തി ഹഫിളഹുള്ളയുടെ തഫ്സീറുണ്ട് അദ്വാഉൽ ബയാൻ. ഈ തഫ്സീറൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തഫ്സീർ മുസ്ലിങ്ങളുടെ പ്രാമാണിക തഫ്സീർ ഏതാന്ന് നമുക്ക് പഠിപ്പിച്ചു തരാനായിട്ട് ഒരു ക്ലാസ് ഒന്നും വെക്കാൻ കഴിയില്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യാം. അദ്വാഉൽ ബയാൻ എന്ന നമ്മളൊക്കെ അവലംബിക്കേണ്ട തഫ്സീറിൽ കാണാൻ സാധിക്കും. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഹി ഇശാറത്തു ഇലാ അന്നഹു ലാ യംബഗി അൻ യതവക്കല ഇല്ലാ അലാ മൻ യസ്തഹിഖുൽ ഇബാദ. ഇയ്യാക നഅ്ബുദു എന്നതിന് ശേഷം ഇയ്യാക നസ്തഈൻ, ആ ഓർഡർ അങ്ങനെ വരാൻ കാരണം, ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞതിന്റെ ശേഷമാണ് ഇയ്യാക നസ്തഈൻ വന്നത്. അങ്ങനെ വരാൻ കാരണം ഇബാദത്തിന് അർഹനാരോ അവരെ മാത്രമേ തവക്കുല് ചെയ്യാൻ അർഹനായിട്ടുള്ളൂ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ആദ്യം ഇബാദത്ത് പറഞ്ഞതും പിന്നെ ഇസ്തിആനത്ത് പറഞ്ഞു.
അപ്പൊ പണ്ഡിതന്മാർ കൊടുത്ത ഇതിൽ 2 ഗുണപാഠങ്ങൾ നമുക്കുള്ളൂ. ഒന്ന്, പണ്ഡിതന്മാർ ഇസ്തിആനത്തിന് വിശദീകരിച്ചത് തവക്കുലായിട്ടാണ്, അള്ളാഹുവിനെ അവലംബിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇനി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്ന വിഖ്യാതമായ ഒരു തഫ്സീറുണ്ട്. അത് നമുക്ക് മൊത്തത്തിലൊന്ന് ചുരുക്കി പറയാൻ പറ്റും. അദ്ദേഹം ചർച്ച ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങൾ. അദ്ദേഹം പറയാം, എന്തിന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ആവർത്തിക്കപ്പെട്ടു എന്നൊരു ചോദ്യമുണ്ട്. ഇയ്യാക എന്ന പദം ആവർത്തിച്ചില്ലേ? ശരിക്കും അറബി നിയമപ്രകാരം ഇയ്യാക നഅ്ബുദു വ നസ്തഈൻ എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് എന്തുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ, നിന്നെ മാത്രമേ സഹായിക്കൂ, എന്തുകൊണ്ട് 2 വട്ടം ഇയ്യാക വന്നു? ശരിക്കും അറബി നിയമപ്രകാരം 1 വട്ടം വന്നാൽ മതി. ഇയ്യാക നഅ്ബുദു വ നസ്തഈൻ എന്നു എന്തുകൊണ്ട് ഇയ്യാക ആവർത്തിച്ചു എന്നതിന്റെ ഉത്തരാണ് വ കുരിറ ലിൽ ഇഹ്തിമാമി, അതിന്റെ പ്രാധാന്യം കൊണ്ടാണ്. ഇസ്തിആനത്ത് എന്നുള്ളത് അത്രയും പ്രാധാന്യമാണ്. അത് അല്ലാത്ത വേറൊരു മനുഷ്യനും വേറൊരു സൃഷ്ടിക്കും കൊടുക്കാൻ പറ്റില്ല. അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് നിന്നെ മാത്രം എന്ന് ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തത്, ഇയ്യാക ആവർത്തിച്ചത് എന്നുള്ളതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്ന ഉത്തരം. ഇനി ഇതിന്റെ ഇയ്യാക നമ്മൾ പറഞ്ഞതിന്റെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈന്റെ ആശയം എന്താണെന്ന് ശൈഖ് പറയാം. ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാക, ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നിന്നെ അല്ലാണ്ട് വേറൊരാളെയും ഞങ്ങൾ ആരാധിക്കൂല. വലാ നതവക്കലു ഇല്ലാ അലൈക, നിന്നെ അല്ലാതെ മറ്റൊരാൾക്ക് മേൽ ഞങ്ങൾ തവക്കുലാക്കുകയില്ല എന്നുള്ളതാണ് ഇയ്യാക നസ്തഈന്റെ ആശയമായിക്കൊണ്ട് പണ്ഡിതന്മാരെ പഠിപ്പിച്ചത്. ഇനി അതിന് അദ്ദേഹം ഒരുപാട് തെളിവുകൾ പറയുന്നുണ്ട്. അതിൽ പെട്ട ഒരു തെളിവാണ് ഫഅ്ബുദുഹു വതവക്കൽ അലൈഹി വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലുൻ, അല്ലാഹനെ നിങ്ങൾ ആരാധിക്കുകയും അവന് നിങ്ങൾ സഹായം തേടുകയും എന്ന് മറ്റു പല ആയത്തുകളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നസ്തഈൻ എന്ന് പറഞ്ഞാൽ, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇസ്തിആന എന്ന് പറഞ്ഞാൽ അത്തവക്കുലു അലല്ലാഹ്, അല്ലാഹുവിൽ ബരമേൽപ്പിക്കലാണ്, അള്ളാഹുവിൽ ഇഅ്തിമാദ് ചെയ്യലാണ്. അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ, ഇപ്പോൾ ഒരാൾ സഹായം തേടാൻ പറ്റിയപ്പോഴാ അള്ളാഹിലേക്ക് നമ്മൾ സഹായം തേടുമ്പോൾ ശരിക്കും അതിൽ എന്തുണ്ട്, തവക്കുലുണ്ട്. പക്ഷെ ഇത് ഇന്നെ കൊണ്ട് കഴിയൂല, ഇത് പൂർണ്ണമായും നിനക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന കീയൊതുങ്ങൽ ഉണ്ടല്ലോ ഓരോ സഹായ തേട്ടത്തിലും. അള്ളാഹിനോട് ചോദിക്കുന്ന ഓരോ സഹായ തേട്ടത്തിലും നമ്മളെ ഇതുണ്ട് ശരിക്കും, എന്ത്, അള്ളാഹു ഇത് നിന്റെ കൈവപ്പെട്ടതല്ല, ഇത് പൂർണ്ണമായും നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന തവക്കുലിന്റെ വലിയൊരു ബാബ്, ഒരു കവാടം ആ ഇസ്തിആനത്തിന്റെ ഉള്ളിലുണ്ട്. അതാണ് ഈ പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പൊ സഹായ തേട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം അള്ളാഹുവിന്റെ തൗഫീഖിനെ ചോദിക്കലാണ്. അതാ അള്ളാഹുവെ ആ തൗഫീഖ്, ഈ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് കൊണ്ട് എന്നൊരു വിശദീകരണം ഇതിലുണ്ട്. രണ്ടാമത്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹിനോട് മാത്രമേ ചോദിക്കുള്ളൂ എന്നൊരു പാഠം കൂടി ഈ ഇയ്യാക നസ്തഈനിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാത്ത ആൾക്കാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാ ആൾക്കാർക്കും നമുക്ക് ഓതാൻ പറ്റിയ ആയത്താണ്. അല്ലാത്ത ആൾക്കാരെ പലരെയും ആൾക്കാർ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, ജിന്നുകളെ ആൾക്കാർ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, മരിച്ചുപോയ മഹാത്മാക്കളെ ആൾക്കാർ വിളിച്ച് പ്രാർത്ഥിക്കും. ഒരിക്കൊക്കെ നമുക്ക് ഓതി കൊടുക്കാൻ പറ്റിയ ആയത്താണ് ഇയ്യാക നസ്തഈൻ എന്ന ആയത്. അള്ളാഹിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ തിരിച്ച് എന്തായാലും ചോദിക്കും, നിങ്ങൾ പരസ്പരം സഹായം ചോദിക്കാറില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മൾ പരസ്പരം ചോദിക്കുന്ന സഹായത്തിൽ പെടൂല, ഒരിക്കലും പെടൂല. കാരണം ഇത് ഓതി തന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പും റസൂലുള്ള ആൾക്കാരുടെ പരസ്പരം സഹായം തേടിയിട്ടുണ്ട്, ഇറങ്ങിയതിന്റെ ശേഷവും ആൾക്കാരുടെ പരസ്പരം സഹായം തേടിയിട്ടുണ്ട്. ആ സഹായ തേട്ടത്തെ കുറിച്ചല്ല ഇവിടെ സൂചിപ്പിച്ചത്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ തവക്കുലിന്റെ സഹായ തേട്ടം, പടച്ചോനെ നിന്നിലെ ബരമേൽപ്പിക്കുന്ന, അത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ പടച്ചോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഈ ഇയ്യാക നസ്തഈനിൽ പെടുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു വിവക്ഷ. ഇതിങ്ങനെ വിശദീകരിച്ച് പറയാൻ കാരണം ഇത് ഒരുപാട് വിവാദങ്ങളായ വിഷയമാണ്. ഇനിയും വിവാദങ്ങളൊക്കെ ആകുമ്പോൾ ഇതിൽ നമുക്ക് പേരുണ്ടാകാൻ പാടില്ല. അതിൽ അവർ പറയുന്നതിന് മറ്റൊരു കാരണം അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നതെന്നൊരു വാദമുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, അള്ളാഹ് കൊടുത്ത കഴിവ് എന്ന് വിചാരിക്കാം. ഇപ്പം നമുക്കൊക്കെ അള്ളാഹ് കൊടുത്തതാണ്. ഇപ്പം കൊടുത്ത കഴിവ് എന്ന് ഉദ്ദേശിച്ചപ്പോൾ നമ്മളിപ്പോൾ മരിച്ചുപോയി എന്ന് വിചാരിക്കാം. മരിച്ചു പോയാലും അവർക്ക് സഹായിക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പം അത് കൊടുത്ത കഴിവാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും പറയാറുള്ള ഉദാഹരണം, ബഗ്ദാദിലെ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്താ ഈ ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ മരിച്ചു പോയിട്ടുണ്ടെന്ന് നമ്മൾ പറയും. അവർ പറയാറുള്ള ന്യായം അവർക്ക് കൊടുത്ത കഴിവാണ്. അപ്പോൾ ശരിക്കും ഈ വിളിച്ചു തേട്ടത്തിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? എത്രയോ ദൂരത്തുള്ള മുഹിയുദ്ദീൻ ഷെയ്ഖിനെ, അഥവാ നമ്മുടെ മുന്നിൽ ഒരു നിലക്കും ഇല്ലാത്ത ആയിരക്കണക്കിന് കിലോമീറ്ററുള്ള മുഹിയുദ്ദീൻ ഷെയ്ഖ്, അഥവാ എവിടുന്ന് വിളിച്ചാലും കേൾക്കുമെന്ന ആശയത്തിലാണല്ലോ ചോദിക്കണത്. അപ്പൊ പ്രശ്നം, അങ്ങനെ വിശ്വസിച്ച പ്രശ്നം എന്താ അറിയോ? അപ്പൊ തൗഹീദുൽ അസ്മാഇ വസിഫാത്തിന് പ്രശ്നം വരും. അള്ളാന്റെ പേരാണ് അസ്സമീ, എവിടുന്ന് വിളിച്ചാലും എവിടുന്നും വിളി കേൾക്കുന്നുള്ളത്. അപ്പോൾ അതിന്റെ അസ്സമീ എന്ന് പറഞ്ഞാൽ എന്താ? എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നവനാണ്. അപ്പൊ അള്ളാഹ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കൈ കൊടുത്തു എന്ന് പറയേണ്ടി വരും. അള്ളാഹ്
ഓൽക്ക് എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും കേട്ടു എന്ന് കേൾക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാലുള്ള പ്രശ്നം എന്താ? അള്ളാന്റെ കഴിവ് കൊടുത്തു എന്ന് പറയേണ്ടി വരും. എല്ലാവരും പറയാൻ കഴിയില്ല. കാരണം അള്ള പറഞ്ഞു വലമ്യ കുല്ലഹു കുഫുവൻ അഹദ് ലൈസ കമിസ്ലിഹി ഷൈഉൻ അഹദ്. അള്ളാനെ പോലെ യാതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് ഒറ്റ കഴിവിലും ഉണ്ടാവില്ല, 100 കഴിവിലും ഉണ്ടാവില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഥവാ അസമി എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രം എല്ലാം എപ്പോഴും വിളിച്ച് പ്രാർത്ഥിച്ചാൽ കേൾക്കാൻ പറ്റുള്ളൂ. എപ്പോൾ നമ്മൾ എവിടുന്ന് വിളിച്ചാലും രഹസ്യം ആയിക്കോട്ടെ, പിന്നെ അതേപോലെ തന്നെ പരസ്യം ആയിക്കോട്ടെ, എവിടുന്ന് വിളിച്ചാലും കേൾക്കാൻ പറ്റും എന്ന വിശ്വാസത്തിലാണ് അവർ ഖബറാളികളോട് ചോദിക്കാറുള്ളത്. അപ്പൊ അവർ പറയാനുള്ള ന്യായം അള്ളാഹ് കൊടുത്ത കഴിവാണ്. ഒന്ന് മനസ്സിലായി, അള്ളാഹ് അങ്ങനെ കൊടുക്കൂല. കാരണം അള്ളാഹ് കൊടുക്കൂല കാരണം അള്ളാഹാണ് പഠിപ്പിച്ച അള്ളാഹ് മാത്രം അങ്ങനെ കഴിവുള്ളവനുള്ളൂ എന്ന്. അപ്പൊ അള്ളാഹിന്റെ കഴിവ് ഇവനിക്ക് കൊടുത്തു എന്ന് പറയേണ്ടി വരും. അള്ളാഹിന്റെ ഒരു കഴിവിന് കൊടുത്തു എന്ന് പറയേണ്ടി വരും. പക്ഷെ അള്ളാഹ് പറഞ്ഞു ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹിന്റെ ഒരു കഴിവിനോടും തുല്യമായി ആരുമില്ല എന്നുള്ള ആദ്യമേ പ്രഖ്യാപിച്ചു. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ യാതൊന്നുമില്ല. അവനെ പോലെ യാതൊന്നും അള്ളാഹിന്റെ ഒരു കഴിവിലും ആർക്കും തുല്യതയില്ല. അതിലൊരു ശതമാനവും ഇല്ല, 50% 25%. അതിൽ നമുക്ക് ഓതാൻ പറ്റും ലൈസ കമിസ്ലിഹി ഷൈഉൻ ഓതാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവനെ പോലെ യാതൊന്നുമില്ല. അവനെ പോലെ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പോലെ തന്നെ ആവണമെന്നൊന്നുമില്ല. അള്ളാഹിന്റെ ഏതെങ്കിലും ഒരു കഴിവിൽ പോലും യാതൊന്നും സമാനതകളില്ല എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അപ്പൊ അള്ളാഹിന്റെ അസമി എന്ന അള്ളാഹിന്റെ അസ്മാകൾ ഫുള്ള് പൊളിക്കേണ്ടി വരും. അള്ളാഹിന്റെ അസ്മാകൾ മൊത്തം തൗഹീദാണ്. അൽ ബസീർ എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്നവൻ, എല്ലാം എപ്പോഴും കാണുന്നവൻ. അസമി അതേപോലെ അൽ അലീം, എല്ലാം അറിയുന്നവൻ. ഇതൊക്കെ അറിയണല്ലോ ഖബറിലാണ്. ഖബറിലാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അദ്ദേഹം അറിയണല്ലോ. പിന്നെ അതേപോലെ തന്നെ പിന്നെ വരുന്ന ശിർക്ക് എങ്ങനെ അറിയും? അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ച ആൾക്കാർക്ക് നമ്മളെ സഹായിക്കുക എന്നുള്ള സബബാക്കിയിട്ടില്ല, കാരണങ്ങളാക്കിയിട്ടില്ല. അപ്പൊ അള്ളാഹ് ആക്കാത്തൊരു കാരണം നമ്മൾ നിശ്ചയിച്ചാൽ അത് ശിർക്കായി. അത് അടുത്തൊരു കായികയാണ് ഇസ്ലാമില്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കാത്തൊരു മാർഗം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ബാഹ്യ ലോകത്ത് പറഞ്ഞു തരാത്തൊരു കാരണം നമ്മൾ, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് നിങ്ങളും തമ്മിലുള്ള കണക്ഷൻ മുറിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയാം ഇല്ല, മുറിഞ്ഞിട്ടില്ല. ആ ലോകത്തുനിന്ന് അവർക്ക് കാരണങ്ങൾക്കപ്പുറത്ത് നമ്മളെ സഹായിക്കാൻ പറ്റുന്നുള്ള വിശ്വാസമാണുള്ളത്. കാരണങ്ങൾക്കപ്പുറത്ത് ആർക്ക് മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ? അള്ളാഹ്ക്ക് മാത്രം. അപ്പൊ അങ്ങനത്തെ കുറേ പ്രശ്നമുണ്ട് ഇതില്. അപ്പൊ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എല്ലാം പെട്ടു. അതാണ് തൗഹീദിന്റെ ആണിക്കൽ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഫസ്റ്റ് സൂറത്തൻ തൗഹീദിനെ സ്ഥാപിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ, നിന്നെ മാത്രമേ ഞങ്ങൾ സഹിക്കുന്നുള്ളൂ. അപ്പൊ അതിന്റെ ചുരുക്കത്തിൽ ഒന്നുകൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ ഇയ്യാക നഅ്ബുദു എന്നപ്പോ പണ്ഡിത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാക, നിന്നെ അല്ലാതെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, വലാ നതവക്കലു ഇല്ലാ അലൈക എന്ന് പറഞ്ഞിട്ട് വഹാദാ ഹുവ കമാലു ത്വാഅ, ഇത് രണ്ടും എന്നുള്ളത് അനുസരണയുടെ പൂർണ്ണ രൂപമാണ്. വദ്ദീനു യർജിഉ കുല്ലുഹു ഇദാ ഹാദൈനിൽ മഅനൈൻ, ഈ രണ്ട് അർത്ഥത്തിലേക്കാണ് ദീൻ മുഴുവനായിട്ടും ചുരുങ്ങി ചെല്ലുന്നത്. അത് അള്ളാഹു നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നിൽ മാത്രം ഞങ്ങളും സകലതും അർപ്പിക്കുന്നു, അവലംബിക്കുന്നു, തവക്കുല് ചെയ്യുന്നു, ഈ രണ്ട് കാര്യത്തിലേക്കാണ് ദീന് മുഴുവനും അടങ്ങുന്നത് എന്നുള്ളതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാം വസിർറു ഹാദിഹിൽ കലിമ അൽ ഫാത്തിഹതു സിർറുൽ ഖുർആൻ, ഖുർആനിന്റെ രഹസ്യമാണ് ഫാത്തിഹ എന്ന് പറയാൻ കാരണം, ഖുർആനിന്റെ രഹസ്യമാണ് ഫാത്തിഹ എന്ന് പറയാൻ കാരണം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഖുർആന്റെ രഹസ്യമാണ് ഫാത്തിഹ എന്ന് പറഞ്ഞു. ഖുർആന്റെ രഹസ്യമാണ് ഫാത്തിഹ എന്ന് പറയാൻ കാരണം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്താണ് എന്നാണ്. അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത് സൂചിപ്പിക്കാനുള്ള വിഷയം ഇബാദത്ത് എന്നതിന് എന്താണ് നമുക്ക് അർത്ഥം കൊടുക്കാൻ പറ്റുക? ആരാധന, മറ്റെന്തെങ്കിലും അമ്മനബിലെ തഫ്സീറിലൊക്കെ വായിച്ചാൽ നമുക്ക് വേറെ കിട്ടും നോക്കണം. അതെ, കീഴൊതുങ്ങുക, അനുസരണ, പിന്നെ ആരാധന, ഇങ്ങനൊക്കെ അർത്ഥം പറയാറുണ്ട്. അപ്പൊ എൻ്റെ ഒരു ഇതാണ് ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ ശരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇയ്യാക നഅ്ബുദു ആണ്. എങ്ങനെയാന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഒരു പ്രത്യേകത പറയാൻ പറ്റും? അല്ല, അത് അർത്ഥമല്ല, പ്രത്യേകത. അത് അല്ല, അർത്ഥമല്ല വേണ്ടി നമുക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ശരിക്കും നമ്മൾ അറിയേണ്ടതാണ്. നമ്മളിപ്പോ ഇത് ചെല്ലാണ്ട് മുസ്ലിം ആകാൻ കഴിയില്ലല്ലോ. തൗഹീദാണ്. തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് പ്രത്യേകതകളുണ്ട്. എല്ലാത്തിനും ഗണ്ണിക്കൽ മാത്രമാണുള്ളത്, സ്ഥാപിക്കലുണ്ട്. അതെ, അതാണ് മാഷാ അല്ലാഹ്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഗണ്ണിച്ചു, ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹനെ മാത്രം സ്ഥാപിച്ചു. ഇയ്യാക നഅ്ബുദു എങ്ങനെ ഇത് രണ്ടുള്ളത്?
ഇത് രണ്ടും ഇയ്യാക്ക നഅ്ബുദുലുണ്ട്, സ്ഥാപിക്കലുണ്ട് ഗണ്ണിക്കലുണ്ട്. അഥവാ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന കായികയാണ്. തൗഹീദ് പൂർണ്ണമാവണമെങ്കിൽ ഗണ്ണിക്കലും വേണം, സ്ഥാപിക്കലും വേണം. ലാ ഇലാഹ, എല്ലാ ആരാധ്യന്മാരെയും ഗണ്ണിക്കുകയും വേണം, ഇല്ലല്ലാഹ് അല്ലാഹനെ മാത്രം സ്ഥാപിക്കണം. ഇയ്യാക്ക ഗണ്ണിക്കലാണ്, നഅ്ബുദു പറഞ്ഞാൽ മാഷാ അല്ലാഹ് ബറക്കല്ലാഹ്. യെസ്, ഇയ്യാക്ക എന്ന് പറഞ്ഞാൽ അത് ഗണ്ണിക്കലാണ്, നിന്നെ മാത്രം എന്ന് പറയുമ്പോൾ ഗണ്ണിക്കലായി. അതെ, നഅ്ബുദു അല്ലാഹു നിന്നെ ഞങ്ങൾ എന്താക്കുന്നുണ്ട്, അല്ലാഹനെ മാത്രം എന്താക്കുന്നുണ്ട്, അവിടെ സ്ഥാപിക്കുന്നുണ്ട്. ഇയ്യാക്ക നസ്തഈൻ എന്ന് പറയുന്നത് ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു വിശദീകരണമാണ് ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിന് അർത്ഥം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പല ഇസ്തിആനത്തിന്റെ ആശയം നമ്മൾ പറഞ്ഞു. ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇഅ്തിമാദു അലല്ലാഹ്. അവിടെ രണ്ടാമത്തെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, അൽ ഇഅ്തിമാദു അലല്ലാഹയാണ് അൽ ഇസ്തിആന എന്ന് പറഞ്ഞല്ലോ. ഇഅ്തിമാദു അലൽ അസ്ബാബി, കാരണങ്ങളെ അവലംബിക്കുക എന്നുള്ള ശിർക്കാന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണങ്ങളെ ഉപയോഗപ്പെടുത്താം, കാരണങ്ങൾ എന്താക്കാൻ പാടില്ല, അവലംബിക്കാൻ പാടില്ല. അതിന്റെ ഒരു മറ്റൊരു വിശദീകരണമായി പറയാൻ പറ്റും, കാരണങ്ങളെ തവക്കുലാക്കരുത്, കാരണങ്ങളെ ഉപയോഗപ്പെടുത്താം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ വന്നു പോകാൻ സാധ്യതയുള്ള ഒരു ശിർക്കാണ്. കാരണങ്ങളെ ഉപയോഗപ്പെടുത്താം, കാരണങ്ങളെ അവലംബിക്കുക, അല്ലെങ്കിൽ കാരണങ്ങളെ തവക്കുലാക്കി പോവുക എന്നുള്ളത് ഒരിക്കലും വരാൻ പാടില്ല. തവക്കുൽ എപ്പോഴും ഇബാദത്താണ്. അപ്പൊ നസ്തഈൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം, അല്ലാഹു മാത്രം തവക്കുലാക്കുക എന്നുള്ളൊരു ആശയം കൂടി അതിനുണ്ടെന്ന് മനസ്സിലാക്കാം. ഇയ്യാക്ക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ആശയം. ഇതല്ലാത്ത മറ്റൊരു അർത്ഥം അതിന് കൊടുക്കാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ശരിക്കും ഇയ്യാക്ക നഅ്ബുദു. ഇയ്യാക്ക നഅ്ബുദുവിന് മറ്റൊരു ആശയവും കൊടുക്കാൻ പാടില്ല. ഇതല്ലാത്ത മറ്റേത് ആശയം കൊടുത്തു കഴിഞ്ഞാലും അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളതാണ്. ഇയ്യാക്ക നഅ്ബുദുവിന്റെ ആശയം എന്താ വെച്ചാൽ, അർത്ഥം എന്താ വെച്ചാൽ ഒരാൾ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഇയ്യാക്ക നസ്തഈന്റെ ആശയം ലാ നതവക്കലു ഇല്ലാ അലൈഹി, നിന്നെ അല്ലാണ്ട് ഞങ്ങൾ തവക്കുലാക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. ഇതിങ്ങളിപ്പോ ഇതൊരു വലിയ ബേസ് ഇസ്ലാമിന്റെ. ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഇത് നല്ലോണം മനസ്സിലാക്കിയാണ്ടല്ലോ. ഇനിയിപ്പോ എത്ര മുസ്ലിം സംഘടനകൾ ഇനിയൊരു 100 ഉണ്ടായാലും നമ്മളെ ഇളകൂല. ഇങ്ങനെ കുറെ ബേസിക് നമ്മൾ തിരിയാത്തോണ്ടാണ് ഇതിന്റെ പേരിലൊക്കെ ഇങ്ങനെ ഭിന്നിച്ചു പോകുമ്പോൾ നമ്മളും 10 ഭാഗത്തായി പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറെ ബേസിക്സ് നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം വരില്ല, നമ്മൾ ഉറച്ചു നിൽക്കും എന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ സാധനമൊക്കെ മനസ്സിലുണ്ടായിക്കോട്ടെ. അപ്പൊ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഈ നമ്മൾ പഠിച്ചതിലേക്ക് കാര്യങ്ങൾ മടക്കുക, അപ്പൊ ഇതൊക്കെ പരിഹരിക്കപ്പെടും. അപ്പൊ ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ, ഇയ്യാക്ക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നു, ഇയ്യാക്ക നസ്തഈൻ എന്ന് പറഞ്ഞാൽ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നു. ആ ഇസ്തിആനത്തിൽ നിന്ന് മനുഷ്യനും പുറത്തല്ല, ജിന്നും പുറത്തല്ല, ആരും വനക്കും പുറത്തല്ല, ആരും പുറത്തല്ല, അല്ലാതെ ഒരു സൃഷ്ടിയും ആ ഇസ്തിആനത്തിന് പുറത്തല്ല. ആ ഇസ്തിആനത്ത് ആരോട് മാത്രമേ പാടുള്ളൂ, അത് മലയാളത്തിൽ പറഞ്ഞ കാരണങ്ങൾ അവസാനിക്കുന്നിടത്ത് നമ്മൾ ആരോട് മാത്രമേ സഹായം ചോദിക്കാറുള്ളൂ, അള്ളാഹിനോട് മാത്രം. ആ സഹായത്തെയാണ് ഇവിടെ ഉദ്ദേശം. അഥവാ അള്ളാഹു മാത്രം കഴിയുന്ന കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, അത് അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇയ്യാക നസ്തഈനിന്റെ വിവക്ഷ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിൽ നമ്മൾ അടിവരയിട്ട് പറഞ്ഞൊരു പോയിന്റാണ്. ഞാൻ പരിശോധിച്ച എല്ലാ തഫ്സീറിലും ഇത് കാണുന്നുണ്ട്. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇയ്യാക മുന്നോട്ട് കൊണ്ടുവന്നു വെച്ചാൽ അത് നഅ്ബുദുവിനെ ഹസ്റാക്കാൻ വേണ്ടിയിട്ടാണ്, നിന്നെ മാത്രം എന്ന അർത്ഥം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എല്ലാ മുഫസ്സിരിങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി വെക്കണം. നിന്നെ മാത്രമേ സഹായം തേടുള്ളൂ എന്നതിന് ആ മാത്രം വരാൻ കാരണം, ഈ മാത്രത്തിന് വേറൊരു ആയത്ത് ഓതാൻ പറ്റുമോ? ഇങ്ങനെ ആശയം വരുന്നത്, ഇതേ ആശയത്തിൽ വരുന്നത് വേറൊരു ആയത്ത് എങ്ങനെ ഓദിക്കുള്ളൂ? കാഫിറൂനോ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അത് ഇങ്ങനെ ഈ രീതിയിൽ വരണം. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ഇങ്ങനെ വരുന്നത് അത് ശരിയുണ്ട്. ലാബുദു നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല, ശരിയാണ്. ഈ ഒരു ശൈലിയിൽ വരണം. അതോ ആദ്യം മഅമൂലിനെ ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് ഒരു അറബിയിൽ ഉദാഹരണം പറഞ്ഞാൽ മതി. അതോ മഫ്ഊലിനെ ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് ഫായിലിനെയും ഫെയിലിനെയും ഇപ്പുറത്തേക്ക് ഇട്ടുള്ള ഒരു ഉദാഹരണം ആർക്കും പറയാം. സൂറത്തു ബഖറയിലെ 7-ാമത്തെ പേജിൽ കാണാം, യാ ബനി ഇസ്രായീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഉദ്കുറു നിഅമതി, നിങ്ങൾ എൻ്റെ നിഅമത്തുകൾ ഓർക്കുക, അല്ലത്തി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകൾ, വ ഔഫു ബിഅഹ്ദി, നിങ്ങൾ അഹ്ദുകൾ കരാറുകൾ പൂർത്തീകരിക്കുക, ഊഫി ബിഅഹ്ദിക്കും വ ഇയ്യായ ഫർഹബൂൻ. എന്താ ഫർഹബൂൻ എന്ന് പറഞ്ഞാൽ റഹ്ബ, അവിടെ ശരിക്കും ഇബാദത്തിൽ പെട്ടതാണ് തവക്കുല്, ഇസ്തിആനത്ത്. അടുത്തൊരു കാര്യമാണ് റഹ്ബത്തും അല്ലാഹു മാത്രമേ പാടുള്ളൂ എന്നുള്ള ഏറ്റവും വലിയ തെളിവ് ഇതാണ്. റഹ്ബത്ത് എന്ന് പറഞ്ഞാൽ ഭയപ്പാട്. റഹബത്തും ഉണ്ട്, റഹ്ബത്തും ഉണ്ട്. ഇസ്ലാമിലെ 2 കാര്യങ്ങൾ. റഹബത്ത് പറഞ്ഞാൽ അള്ളാഹു ആഗ്രഹം, റഹ്ബത്ത് പറഞ്ഞാൽ ഭയം.
ഇയ്യായ ഫർഹബൂൻ, നിങ്ങൾ എന്നെ മാത്രമാണ് ഭയപ്പെടേണ്ടത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കൊടുക്കേണ്ട ഒരു ഭയമുണ്ട്, ഇബാദത്താകുന്ന ഭയം. അത് ആർക്ക് മാത്രമാണ്? അല്ലാഹ്. അപ്പൊ ഇയ്യായ ഫർഹബൂൻ എന്ന് പറഞ്ഞാൽ ഇയ്യായ ഫർഹബൂൻ, എന്നെ മാത്രം, ഇയ്യാക്കല്ല, ഇയ്യായ എന്ന് പറഞ്ഞാൽ എന്നെ മാത്രം, ഫർഹബൂൻ. അപ്പൊ ഇയ്യാക്ക എന്ന ഇയ്യായ എന്ന മഫ്ഊലിനെ മുൻപ് ശരിക്കും ഫർഹബൂൻ ഇയ്യായ എന്നാ വരണ്ടേ, പകരം ഇയ്യായനപ്പുറത്തേക്ക് ഇട്ടിട്ട് ഇയ്യായ ഫർഹബൂൻ, ഫിഅലിനെയും ഫായിലിനെയും സെക്കൻഡ് ഇട്ടു, മഫ്ഊലിനെ എന്താക്കി ഫസ്റ്റ് ഇട്ടു എന്നുള്ളതാണ്. ഇയ്യായ ഫർഹബൂൻ. ഇങ്ങനെ സമാനമായ ആയത്ത് വരുമ്പോൾ നമുക്ക് ഓർമ്മ വരണം, ഇത് തൗഹീദ്. ഇതിന്റെ അർത്ഥം അറിയില്ലെങ്കിലും നമുക്ക് മനസ്സിൽ വരണം ഇത് ഇബാദത്തായ എന്തോ ആണല്ലോ പറയുന്നതെന്ന് ഓർമ്മ വരണം. അപ്പൊ റഹബത്ത് ഇബാദത്ത്പ്പെട്ടാണ്, റഗബത്ത് ഇബാദത്ത്. നമുക്ക് റഹബത്തെ കുറിച്ച് വിശദീകരിച്ച് പിന്നെ പറയാം. റജാ ഇബാദത്തിൽപ്പെട്ടതാണ്, തവക്കുൽ ഇബാദത്തിൽപ്പെട്ടതാണ്, ഇസ്തിആനത്ത് ഇബാദത്തിൽപ്പെട്ടത്, അതൊക്കെ ഇബാദത്തിൽപ്പെട്ടാന്ന് മനസ്സിലാക്കുക. ഇപ്പൊ പഠിച്ച റഹബത്ത്, പിന്നെ അതേപോലെ തന്നെ തവക്കുല്, പിന്നെ അതേപോലെ തന്നെ റജാ, പിന്നെ ഇസ്തിആനത്ത്, ഇതൊക്കെ ഇബാദത്തിൽപ്പെട്ടതാണ്. ഈ ഇബാദത്തിൽപ്പെട്ടതൊന്നും ബാക്കിയുള്ള ഒരാൾക്കും വകവെച്ച് കൊടുക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കുക. ഹദാ വല്ലാഹു അലം. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാവും. ഇതൊക്കെ വെറും എഴുത്തിനപ്പുറം നമ്മുടെ കൽബിൽ ഉണ്ടാവേണ്ട സാധനമാണ്. ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഒരു ഉരക്കല്ലാണ്. എന്ത് പ്രശ്നം വന്നാലും ഈ ഒരു അടിസ്ഥാനങ്ങൾ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ എന്താക്കേണ്ടത്, വീക്ഷിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. നമ്മുടെ സ്വയം ഇഷ്ടം, നമ്മൾ പഠിക്കുന്ന തന്നെ ഈ പഠിച്ച അടിസ്ഥാന പ്രകാരം നമ്മൾ കാര്യങ്ങൾ വിധിക്കാൻ വേണ്ടി. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം പ്രഭു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു അലം. اللهم اغفر للمؤمنين والمؤمنات، اللهم اغفر للمسلمين والمسلمات. واقول قولي هذا، استغفر الله لي ولكم ولسائر المسلمين من كل ذنب واستغفروه انه هو الغفور الرحيم. والسلام عليكم ورحمة الله وبركاته.